പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 4 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ.
ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട്. ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്. ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്. അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂപ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ കണ്ടത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ്. നിങ്ങളിത് സഹായിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ട് വരുന്നതിൻ്റെ വഴി എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസ്നേഹം വർദ്ധിക്കണം. നമ്മൾ ഇന്നലെ കണ്ടു. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരൂപികളെക്കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരും. ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരുന്നത്. മർക്കോസിൻ്റെ 1:14-15 എടുത്തേ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിക്കുകയാണ്. ഈ ദൈവരാജ്യവും ഇനിയിപ്പോൾ ഇതുമായി കണക്ഷനുള്ള ഏതാണെന്ന് നോക്കിയേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ പറയണത് അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയണത്. അത് വളർച്ച ഒരു ഘട്ടങ്ങളുണ്ടാവും. മർക്കോസിന്റെ 4:26 വായിച്ച്. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല. ദൈവരാജ്യം നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ? വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരണത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഇല, പിന്നെ കതിർ. രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പിന്നെ കതിർ. തുടർന്ന് കതിരിൽ ധാന്യമണികൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയില് ആദ്യം ഇലയുണ്ട്, പിന്നെ കതിരുണ്ട്, പിന്നെ കതിർ നിറച്ച് ധാന്യമണികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത്. ദൈവരാജ്യം വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ മുന്നോട്ട് പോകണമല്ല പ്രശ്നം, വളരാതെ പറ്റത്തില്ല. അപ്പോൾ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു മെയിൻ സംഭവമാണ്. ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ, പരസ്നേഹത്തിൽ വളർത്തണമേ, അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വരുന്നത്
ചേർത്തലയിലുള്ള എഴുപൂനിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 21-നാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. എൻ്റെ ജോയിൻ്റൊക്കെ നല്ല തേയ്മാനം ഉണ്ടായിരുന്നു. എൻ്റെ നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നീർക്കെട്ടിലോട് കൂടിയ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ സാമ്പത്തികാവസ്ഥ ബുദ്ധിമുട്ടിലായതിനെ തുടർന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഭക്ഷണം പോലില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ലിങ്കു എന്നാണ് പേര്. അപ്പോൾ ലിങ്കു എന്നോട് പറഞ്ഞു, നീ കൃപാസന്ധി പോകണം, ഉടമ്പടി എടുക്കണം. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ വന്ന ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു. അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല, അത്ര തിരക്കായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അന്ന് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബ്രദർ പറഞ്ഞു, ഉടമ്പടി എടുക്കുമ്പോൾ ഈശോയും മാതാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. മാതാവ് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടാവും, വസ്ത്രം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ശരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ അത്ര ബുദ്ധിമുട്ടിലായിരുന്നു. അന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ എനിക്ക് അത്രയും ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് മൂലം എൻ്റെ ഹെൽത്ത് വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീണം പ്രാർത്ഥന ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് രാവിലെ 5:30 എഴുന്നേക്കാനും സാധിക്കുമായിരുന്നില്ല. ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ അമ്മയോട് പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇത്രയും വയ്യാതിരുന്ന കൊണ്ടാണ് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം എൻ്റെ ഹെൽത്ത് വീണ്ടും വീക്കായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ബ്രദർ പറഞ്ഞ കാര്യം ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല, എന്നാലും അമ്മ വരുമോ എന്നിങ്ങനെ ആകെ വിഷമിച്ചിരുന്നു. പെട്ടെന്ന് എനിക്കൊരു സുഗന്ധം ഫീൽ ചെയ്തു. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരോ വന്നിങ്ങനെ പറയുന്ന പോലെ തോന്നും, നീ പതിയെ നടക്കണം, സാവധാനം നടക്കണം, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു തരും. ആ സമയത്ത് ഞാൻ അതെല്ലാം അനുസരിക്കും. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലം എല്ലാം ദേഹത്തൊക്കെ വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് എൻ്റെ വേദനയെല്ലാം എനിക്ക് കുറച്ച് റിലാക്സായി. അതിനുശേഷം എൻ്റെ വേദന കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആരോഗ്യം വളരെ പ്രശ്നത്തിലാണ്. അസുഖത്തിൻ്റെ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര വീക്കായിരുന്നു എൻ്റെ ഹെൽത്ത്. അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് നല്ല നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് എനിക്ക് ആരോഗ്യം വരുത്താനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല, അതുകൊണ്ട് അമ്മയുടെ ഉപ്പിൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ആരോഗ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ എനിക്ക് കസേരയിൽ എഴുന്നേറ്റിരിക്കാനൊക്കെ സാധിച്ചു. പിന്നീടുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ എൻ്റെ നട്ടലിൻ്റെ കാര്യം പറഞ്ഞു. നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നീർക്കെട്ടിലോട് കൂടിയ അവസ്ഥയുള്ള രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ നട്ടലിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ നട്ടലിലെ വേദന നന്നായിട്ട് കുറഞ്ഞു. അതിനുശേഷം ഞാൻ പതിയെ നടക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ചുറ്റി ഒരു സുഗന്ധം അനുഭവപ്പെടും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് പുറത്തേക്ക് നടക്കാറിറങ്ങും. അപ്പോഴൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാവും. ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. പിന്നെ സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. അതിനുശേഷം ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയും ഫോണിൽ. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്യും. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും. അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം
ആണ് ഞാൻ ഓർത്തത്. കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി. ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത്രയും ദൂരം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, കാലിനൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചു. പിന്നെ അതിന് ശേഷമായിരുന്നു ഒക്ടോബറിലുള്ള ജബ്മാൽ റാലി. ജബ്മാൽ റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഞാൻ ജബ്മാൽ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. ജബ്മാൽ റാലിക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അത്ര നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് അമ്മ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ആരോഗ്യം തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ചെരുപ്പ് ഊരി മാറ്റിയിട്ട് കൃപാസനത്തിൽ മുതൽ അർദ്ധങ്കൽ പള്ളി വരെ ഞാൻ നടന്നു. പല സമയത്തും ഞാൻ റാലിയുടെ ഏറ്റവും പുറകിലായി പോകുമായിരുന്നു. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ വയ്യാത്ത അവസ്ഥ വരും, ഞാൻ വീഴുമോ എന്നുള്ള അവസ്ഥ വരും. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എന്നെ വീഴ്ത്തരുതേ, ഞാൻ പള്ളി വന്നിട്ട് വീണോട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഈ ജപമാല പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് എൻ്റെ ശരീരം പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് എനിക്ക് എനർജി വരും. ഞാൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ ഭയങ്കര സ്പീഡിൽ നടക്കും. ഇതുപോലെ 2-3 പ്രാവശ്യം ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നടന്നത്. ഒരിക്കലും എൻ്റെ ആരോഗ്യം കൊണ്ടല്ല, ശരിക്കും എൻ്റെ മാതാവാണ് അന്ന് എന്നെ നടത്തിച്ചത്. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് സുഗന്ധാഭിഷേകമൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചു അമ്മ എന്നെ വിട്ടുപോയി എന്ന സങ്കടത്തോടെയാണ് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അമ്മയുടെ ഭയങ്കര പരിഭവമായിരുന്നു. എന്നിട്ട് പിണങ്ങി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പിണക്കത്തിലാണ് എല്ലാം ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ അമ്മയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു യോഗ്യത ഇല്ലാത്തതാണ് ഞാൻ. അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നിട്ടും എന്നെ പൊന്നു പോലെ നോക്കിയത് എൻ്റെ മാതാവാണ്. അപ്പം ഞാൻ അമ്മയോട് കാര്യം പ്രാർത്ഥിച്ചു, അമ്മേ ഇനി അമ്മ എൻ്റെ അടുത്ത് വരണ്ട, കാരണം അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. അമ്മ എന്നെ കൃപാസനത്തിലിരുന്ന് എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യങ്ങൾ വീണ്ടും വളരെ ദൈവസ്നേഹത്തോടെ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറാത്തത്? ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വേണ്ട എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ. പിന്നെ എന്താ മാറാത്തതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എന്നെ നട്ടെല്ലാം നിവർത്തി നിൽക്കാനായിട്ട് ദൈവം എന്നെ അതുവരെ ആക്കി, ഇനി ബാക്കി നീ പ്രവർത്തിച്ച് നേടണം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നാൾ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ വഴികൾ മാതാവ് കാണിച്ചു തന്നു. പക്ഷെ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി മെഡിസിനൊന്നും ഞാൻ കഴിക്കണില്ല, കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രവർത്തിച്ച് എത്ര വൈകിയാലും എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ മാത്രം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ വേദനകളൊക്കെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമായിരുന്നു അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യും. പിന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും. അതുപോലെ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ എൻ്റെ വലത് കൈയുടെ മുട്ടുകൈ ഭയങ്കര തേയ്മാനമായിരുന്നു. എൻ്റെ വലത് മുട്ടുകൈയുടെ വേദന മാത്രം എനിക്ക് മാറ്റി തന്നില്ല. അപ്പം ഞാൻ വളരെ വിഷമിച്ചു. അന്ന് ഞാൻ
ഈശോയോട് ചോദിച്ചു, ഈശോ എൻ്റെ വലത് മുട്ടുകയുടെ വേദന മാത്രം നീ എന്താ മാറ്റിത്തരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് അങ്ങനെ ഓർത്ത് വിഷമിച്ചു. അതിനുശേഷമുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ രോഗശുശ്രൂഷയിൽ പറഞ്ഞു, വലത് മുട്ടുകയുടെ അസ്ഥികൾ തേയ്മാനം സംഭവിച്ച് ദ്രവിച്ച് കുത്തുപാടുകളോട് കൂടിയിരിക്കുന്ന രോഗാവസ്ഥയിലുള്ള ഒരു രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിയെന്ന് വേണം പറയാൻ. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മുട്ടുകയിൽ കുരിശു വരച്ചു. അതിനുശേഷം എൻ്റെ ആ വേദന എനിക്ക് ഈശോ എടുത്ത് മാറ്റിത്തന്നു. പക്ഷെ പല പ്രാവശ്യം ഞാൻ 2023 മുതൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ എനിക്ക് 4 പ്രാവശ്യം വന്നിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല. ഈ മാസം ജനുവരി 6 മുതൽ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ആണ് ഇവിടെ വരുന്നത്. കാരണം ഒരുപാട് തടസ്സങ്ങൾ കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പ്രാർത്ഥന അമ്മ മാതാവ് കേട്ടു. അങ്ങനെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 86, 1, 2 തിരുവചനങ്ങൾ. കർത്താവെ, ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. ജയശ്രീ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എത്ര വ്യക്തിപരമായി അമ്മ മാതാവിനെയും ഈശോയെയും ജീവിതത്തിൽ അനുഭവിച്ചുവെന്നും ഏറ്റവും ദൈന്യത നിറഞ്ഞ രോഗപീഠകളുടെ നാളുകളിൽ അമ്മ മാതാവ് മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ സന്ധിവാതത്തിൻ്റെ എല്ലാ രോഗക്ലേശങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി നൽകിയത്. മകൾക്ക് മറ്റ് ശാരീരികമായി ഉണ്ടായിരുന്ന ഓരോ രോഗക്ലേശങ്ങളെയും പൂർണ്ണമായി സൗഖ്യം നൽകി സഹായിച്ചത്. അതോടൊപ്പം അധികമൊന്നും നടക്കുവാൻ പോലും ആവാത്ത മകളെ ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരമുള്ള അഖണ്ഡ ജപമാല റാലിയിൽ പലപ്പോഴും തളർന്നപ്പോഴും അമ്മ മാതാവ് തന്നെ കൂടുതൽ ഊർജം പകർന്നു കൊടുത്ത് ആ അഖണ്ഡ ജപമാല റാലി പൂർത്തീകരിക്കുവാൻ മകളെ സഹായിച്ചത് ഈ അൾത്താരയിൽ നിറഞ്ഞ മനസ്സോടെ നിറക്കണ്ണുകളോടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരുന്ന് വാങ്ങുവാൻ പൈസയില്ലാതെ, ഭക്ഷണം കഴിക്കുവാൻ പൈസയില്ലാതെ, ദാരിദ്ര്യത്തിൻ്റെയും ദൈന്യതയുടെയും വലിയ ക്ലേശാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മാതാവും ഈശോയും മകളെ എങ്ങനെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിച്ച് നയിക്കുകയും നേർച്ചവസ്തുക്കളുടെ പൂർണ്ണ സൗഖ്യം നൽകി സഹായിക്കുകയും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഓരോ തവണ ചെയ്യുമ്പോഴും അത് മകളുടെ വ്യക്തിജീവിതത്തിന് എത്ര കണ്ട് സാമ്പത്തിക സുസ്ഥിതിയും അതോടൊപ്പം ജീവിതം കുറേ കൂടി ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികളും തുറന്നു കൊടുത്തുവെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം വല്ലാതെ ഇങ്ങനെ ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കും, കണ്ണു നിറയും. കാരണം അത്രയേറെ കണ്ണീരിൻ്റെ കയത്തിൽ തന്നെ മകൾ ജീവിക്കുമ്പോഴും അമ്മ മാതാവ് ഒരു വ്യക്തി വഴി മകളെ ഇവിടെ എത്തിക്കുകയും മകൾ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ നൽകുകയും മകളുടെ കണ്ണീരുപ്പുള്ള പ്രാർത്ഥനകളെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ ഓരോരോ രോഗസൗഖ്യങ്ങളും മകൾക്കുള്ള വെളിപ്പെടുത്തലുകളായി നൽകുകയും അതൊക്കെയും ശരീരത്തിലും ജീവിതത്തിലും അനുഭവിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും മകളെ സഹായിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണിത്. കണ്ണീരോടെ ആര് ദൈവസന്നിധിയിൽ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നുവോ, അസാധ്യമെന്ന് കരുതുന്നത് എല്ലാം അവസാനിച്ചുവെന്ന് വിചാരിക്കുന്നിടത്ത് അമ്മ മാതാവും തിരുക്കുമാരനും ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പ്രഭാതം, പുതിയ സന്തോഷം, പുതിയ ആകാശം നമുക്ക് തരുമെന്ന് മകളുടെ ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് നൽകിയ വിശ്വാസബോധ്യങ്ങൾക്ക്, രോഗസൗഖ്യങ്ങൾക്ക്
അതോടൊപ്പം ഈ നാളത്രയും മകളുടെ ഉടമ്പടി ജീവിതത്തെ പരിപാലിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ മകളെ സഹായിച്ചതിന് ഓരോ വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് ആ ഉടമ്പടി കുറേ കൂടി തീഷ്ണതരമാക്കുവാൻ മകളെ സഹായിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് തിരുനടയിൽ വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെയും ഈശോയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കിയതിനെ യേശുവിൻ്റെ നാമത്തിൽ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി പീറ്റർ, തൃശ്ശൂർ മറ്റം വാഗ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 10, 2025 എനിക്ക് കൃപാസന മാതാവിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഒരു സാക്ഷ്യം കേട്ടത് വഴി ഉടമ്പടി വസ്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു കസിൻസിൻ്റെ അടുത്ത് പോയി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ 2-2.5 മാസത്തോളം ഉടമ്പടിയിലായ പോലെ ജീവിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. ഇതെൻ്റെ മേമയുടെ മകനാണ്. എനിക്ക് 7 മാസത്തോളം ഒരു കാലിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ പള്ളിയിലൊക്കെ ആൾക്കാർ പോയി അങ്ങനെ കുരിശ് വരയ്ക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കത് വിഷമമായിരുന്നു. അവർക്കൊന്ന് മുട്ടുകുത്തിക്കൂടെ, ഒന്ന് പള്ളിയിൽ വന്നാൽ എന്തെങ്കിലും ചിന്തിക്കുക. അതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മുട്ടുകുത്താതെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കാലുവേദന വന്നപ്പോഴാണ് അവർക്ക് ഉണ്ടായ വേദന എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ 7 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പള്ളിയിൽ പോയാൽ പോലും ഞാൻ ഒരു കാലുമ നിൽക്കും, കുറച്ച് നേരം ഇരിക്കും. അതുപോലെ പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ ഞാൻ സോഫയിൽ ഇരുന്നിട്ടാണ് പ്രാർത്ഥന എത്തിക്കാറ്. അപ്പോൾ എനിക്ക് ദൈവമേ, ഞാൻ അവരുടെ വേദന എനിക്ക് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് അവർ നിന്നിരുന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഈ കാൽവേദനയുള്ള സമയത്താണ് ഈ സാക്ഷ്യം കേട്ട് അച്ഛൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വെച്ച് തുടങ്ങി. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കാലുവേദന അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ രാവിലെ ചെല്ലുമ്പോൾ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ പറഞ്ഞ സമയത്ത് ഞാൻ കാലുമേ എൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് ഒരു മുഴ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നവിടെ ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞാൽ പറ്റാറുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഇടയിൽ രോഗസൗഖ്യത്തിനായിട്ട് പറഞ്ഞു, മുട്ടിൻ്റെ മുകളിലെ മുഴയുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ മുട്ടുമ്മലല്ല, പക്ഷേ മുട്ടിൻ്റെ ഇറങ്ങിയിട്ടാണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചു. മുട്ട് തന്നെയാണല്ലോ, എന്നെയാണല്ലോ പറയുന്നതെന്ന് ഞാൻ വിശ്വസിച്ച്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ കുറയും, അത് കഴിഞ്ഞാൽ എനിക്കത് വേദന മാറാറില്ല. അപ്പോൾ ഞാൻ തീരെ പറ്റാതെ ആവുമ്പോൾ വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ചിട്ടാണ് നടക്കാറ്. ആ സമയത്താണ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തതും അച്ഛൻ്റെ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വേദന മാറിയത് എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും കാലുമേ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാണ് എനിക്ക് വേദന വിട്ടുപോയതെന്ന് പോലും അറിയില്ല. പിന്നെ എനിക്ക് 7 വർഷത്തിനും മുകളിലായിട്ടുള്ള ഒരു മൈഗ്രെയിനാണ്. ഞാൻ ഇംഗ്ലീഷ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഹോമിയോ ആണ് സ്ഥിരം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലം എത്തുമ്പോൾ ഞാൻ മരുന്ന് നിർത്തും. പിന്നെ അധികം പറ്റാതെ ആവുമ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ബാഗിൽ എപ്പോഴും ഫുൾ ടൈം കുടയുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വെയിൽ പോലും എനിക്ക് കൊള്ളാൻ പറ്റില്ല, ഒരു AC-യിൽ ഇരിക്കാൻ പറ്റില്ല, കുറച്ച് നേരം ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഒന്ന് പുറത്തേക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടൈഗർ ബാമൊക്കെ ഇങ്ങനെ ഗുളിക ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈഗർ ബാമൊക്കെ ഇങ്ങനെ വാരി പൊത്തുന്നിട്ട് എന്നെ എല്ലാവരും ചീത്ത പറയും, എന്തിനാ ഇങ്ങനെ പറ്റണേ എന്ന് പറയും. അതുപോലെ എനിക്കൊന്ന് വൈകുന്നേരം ചിലപ്പോൾ കിടന്നുറങ്ങണമെങ്കിൽ ഐസൊക്കെ എടുത്തിട്ട് ഞാൻ ഈ തലയുടെ ഈ ഞരമ്പുമ്പോൾ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് മരുന്ന് ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് മരുന്ന് ഏത് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്കത് നിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം, എനിക്ക് രോഗം മാറ്റി തരണം, മുഴുവനായിട്ട് മാറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതേപോലെ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ തലവേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റണ്ട, പക്ഷേ എനിക്ക് എവിടെ പോയി വന്നാലും സുഖമായോ ഉറങ്ങാനും. അപ്പോൾ ഞാൻ എന്നും തൈലം തൂത്തിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്.
അങ്ങനെ ഞാൻ തൈലം പറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ചേച്ചിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു സാക്ഷ്യത്തിൽ വേറൊരു ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെള്ളത്തിലിട്ടിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുളിച്ചിട്ട് ആൾക്ക് സൗഖ്യം കിട്ടി, മേലും കൈയും വേദനയൊക്കെ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉടമ്പടി ഉപ്പ് കുളിക്കുന്ന നേരത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർ കേട്ടാൽ തോന്നും തലയിൽ ഉപ്പിടാൻ പറ്റുമോ എന്നുള്ളത് തോന്നും. പക്ഷേ എനിക്ക് ആദ്യത്തെ സാക്ഷ്യത്തിലേക്ക് ഉപ്പിട്ടിട്ട് മുടി പൊട്ടുപോലും നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനതിൽ കുളിക്കുന്ന നേരത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കുളിച്ച് എനിക്ക് ആ 7 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ മാറി. ഇപ്പം എനിക്ക് എൻ്റെ ബാഗിൽ കുട പോലും ഇല്ല, ഒരു മരുന്നും ഞാൻ ചെയ്യാറില്ല. ഇനി വല്ലപ്പോഴും എനിക്ക് തലവേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം എന്തെങ്കിലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമാണ്. ടൈഗർ ബാമൊക്കെ കണ്ട കാലം ഞാൻ മറന്നു. അങ്ങനെ ആ മാതാവും എനിക്കതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മണി 10:30 നേരത്തൊക്കെ ഞാൻ പുറത്ത് പോയി മെച്ചിങ്ങ അരച്ചിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ എനിക്കത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോട് അത് മതിയാവില്ല. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ വരെ എനിക്കത് മാറി കിട്ടാറില്ല. അപ്പോൾ അതിന് മാതാവിനോട് പ്രത്യേകം തിരുക്കുമാരനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കി പോയപ്പോൾ എൻ്റെ കാലിൻ്റെ ചെറുവിരലിന് ഒരു പഴുപ്പ് പോലെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കത് വിരൽ പഴുത്തു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പരറ്റി അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി കാല് കഴുകിയിട്ട് എനിക്ക് ആ പഴുപ്പ് മാറിയപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മേലെ മുട്ടിന് കീഴ്പ്പെട്ടായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാതിയാൽ മതി, അവിടെ പൊട്ടും. എൻ്റെ ഫോൺ മാറിയ കാരണം ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി കഴിഞ്ഞാൽ അത് ചുറ്റോരം ഒരു കൈയിൻ്റെ വട്ടത്തിനേക്കാളും കൂടുതൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അപ്പം എന്നോട് അപ്പച്ചനും മക്കളൊക്കെ പറയും ഡോക്ടറെ കാണിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് മാറ്റും. അപ്പോൾ ഒരു സഭയുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയും, അവർ ഡോക്ടറെ കാണിക്കാതെ ഇരിക്കുന്ന പോലെ നീ ആവരുത് എന്ന് പറയും. പിന്നെ അങ്ങനെ എനിക്ക് ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിഷമമാണ്. പാൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ വന്നെത്തി കഴിഞ്ഞ വഴിക്ക് പാൻറ്റൊക്കെ വലിച്ച് തൂരിക്കി എടുത്തിടും. അത്രയ്ക്കും എന്താ പറയുക, കൈയിൻ്റെ വട്ടത്തിനേക്കാളും കൂടുതൽ നല്ല ചുമപ്പ് കളറായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അത് ഉണങ്ങിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉണങ്ങണില്ല എന്നുണ്ടെങ്കിൽ മാതാവേ ഞാൻ ഡോക്ടറെ കാണിക്കും, അല്ല നീ ഇത് ഉണക്കി തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വരാൻ പാടില്ല. അങ്ങനെ ഒരു 5-6 ഇത് 2 മാസത്തോളം നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പനിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ ഇവർക്ക് ഹസ്ബൻഡിനെ അവർക്ക് പേടിയായിട്ട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇങ്ങനെ. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഡോക്ടറെ അടുത്തേക്ക് പോയത് ഞാൻ. പനിയായപ്പോൾ അവർ പറഞ്ഞു ഈ കാലും ഈ നിലയ്ക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ഡോക്ടറെ കാണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഉണക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞങ്ങളിപ്പോൾ പനിക്ക് ഒരു ട്രിപ്പ് കയറ്റിയിട്ട് ഒരു ചെറിയൊരു ആൻറ്റിബയോട്ടിക് തരുന്നുണ്ട്, നിങ്ങൾ തിങ്കളാഴ്ച വന്നിട്ട് ഡെർമറ്റോളജീനെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ അന്ന് തന്നെ പോന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ കഴിച്ച ദിവസം മരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 2 മാസമായിട്ട് നിൻ്റെ തൈലം തൂത്ത് നിൻ്റെ ഉടമ്പടി വസ്തു ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കഴുകിയതാണ്. നിന്നെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെർമറ്റോളജീനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കത് മഹത്വപ്പെടുത്താൻ പറ്റില്ല. അല്ല, നിനക്ക് ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുറിവ് ഉണങ്ങാതിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗുളിക അന്ന് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു സമാധാനത്തിന് അന്ന് മാത്രം ഒരു ഗുളിക കഴിച്ചു. പിന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചില്ല. തിങ്കളാഴ്ച ആയപ്പോൾ അപ്പച്ചനും മോളും ചോദിച്ചു അമ്മ ഡെർമറ്റോളജീനെ കാണിക്കാൻ പോകില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കാലുമ്മ ഇപ്പോഴുള്ള മുറിവ് പഴുക്കുകയാണെങ്കിൽ ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ മഹത്വത്തിന് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ എൻ്റെ കാലുമത്തെ പാട് കളയരുത്, എല്ലാവരും പാട് പോയെന്ന് പറയുമ്പോൾ ഞാൻ പറയും പാട് കളയരുതെന്ന് വെച്ചാൽ പാട് നിർത്തിക്കോളോ, എനിക്കത് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മാതാവ് സൗഖ്യപ്പെടുത്തിയതാണെന്നുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. അതുകൊണ്ട് പാട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് ഒരു ഡെർമറ്റോളജീനെയും കാണിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്, കാണുന്ന ആൾക്കാരെല്ലാവരും പറയും അയ്യോ ഡോക്ടറെ കാണിക്കുക, കാല് ഷുഗർ കയറും, അത്രമാത്രം പഴുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കതും മാതാവ് പ്രത്യേകം മാതാവിനോട് ഞാൻ അതിന് നന്ദി പറയുന്നു. പിന്നെ ഇതെൻ്റെ മേമയുടെ മകനാണ്. മേമയുടെ മകൻ എന്നെ വീട് പണിയുന്ന സമയത്ത് സൺസൈഡിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ സമയത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു സ്റ്റെനി വീണു, സ്റ്റെനി എന്നാണ് പേര്, സ്റ്റെനി വീണു, അവന് മൂക്കുന്നും വായെന്നും ബ്ലഡ് വരുന്നുണ്ട്, വാരിയുടെ എല്ല് 2-3 എല്ല് പൊട്ടിയിട്ടുണ്ട്, ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, ICUവിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ
ഞാൻ ആദ്യം കൃപാസനത്തിലത്തെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ ചെയ്യത്തിൻ്റെ ഒപ്പമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉടമ്പടി കാശുരൂപം കൊടുക്കാൻ പാടില്ല എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ICUവിലേക്ക് ഇവനെ കാണാൻ പോകുമ്പോൾ ചെയ്യത്തുമെന്ന് ലോക്കറ്റ് ഊരി ഞാൻ അവിടെ ICUവിൽ കയറിയിട്ട് ഡോക്ടർമാരോട് പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ അവന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഫ്രീ ആയ ടൈമിൽ കയറി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൻ്റെ മൂക്കിൽ നിന്ന്, ഞാൻ കയറി കാണുമ്പോൾ അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇല്ല. ഞാൻ നമ്മുടെ ലൈവിൽ പ്രാർത്ഥനയിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവിനോട്. മാതാവ് ഒക്ടോബർ 12 ഇവന് അപകടം പറ്റിയത്. അപ്പോൾ ഒക്ടോബർ 25 ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എനിക്ക് വരണം. അവൻ ഓപ്പറേഷൻ കൂടാതെ അവന് ആശുപത്രിയിൽ നിന്ന് ഞാൻ കൃപാസന റാലിക്ക് മാതാവിൻ്റെ റാലിക്ക് വരുമ്പോൾ അവൻ നടന്നിട്ടുള്ളൊരു സാക്ഷ്യം പറയണം, മേല് കത്തി വെക്കാൻ പാടില്ല എന്ന് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ തൊട്ട് എന്നെ പ്രാർത്ഥിച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മേമ പറഞ്ഞു അവൻ്റെ മൂക്കൊന്നും വായെന്നും ബ്ലഡ് വരൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് കയറി ലോക്കറ്റ് കൊടുക്കുമ്പോൾ അവിടെയുള്ള സിസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് ഓർമ്മയൊന്നുമില്ല, അങ്ങനെ മാസ്ക് വെച്ച് മിണ്ടാൻ പറ്റുന്നില്ല, കഴുത്തിൽ ബെൽറ്റിട്ട് ഫുള്ള് ഇങ്ങനെ കിടപ്പാണ്, ഉള്ളിൽ ഓർമ്മയുണ്ട് പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോക്കറ്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലോക്കറ്റ് കൊടുത്തൊന്നും അത് പോവാതിരിക്കാൻ ചരട് എങ്ങാനും കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ്റെ കൈമ, അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട എന്നിങ്ങനെ ആക്ഷൻ കാണിച്ചു, കൈമ കൊടുത്തു. അങ്ങനെ ഞാൻ ഈ പോകുമ്പോൾ ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ലാത്ത കാരണം എൻ്റെ കയ്യിൽ ഉടമ്പടി തീരി, പ്രത്യക്ഷീകരണ തീരി, ഞാൻ കൈ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അന്നത്തെ ദിവസം ഫുള്ളും നിന്ന് അവനവിടെ ICUവിൽ കയറി തൈലം പരറ്റി പ്രാർത്ഥിച്ചു. അവൻ ജ്യൂസാണ് കഴിച്ചിരുന്നത്, ജ്യൂസിൽ ഞാൻ ഉപ്പ് ഇട്ട് ജ്യൂസ് കൊടുത്തു. അങ്ങനെ പിറ്റത്ത് അപ്പോൾ ഞാൻ മാതാവിനോട് പുറത്തിരുന്ന് ഇതന്നെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് അവൻ്റെ മേൽ കത്തി വയ്ക്കാൻ പാടില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവൻ എണീറ്റ് നടന്നിട്ട് പോകണം, അതെനിക്ക് എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, അമ്മ അത് ചെയ്ത് നന്ദി പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം അപ്പോൾ അവന് ലെൻസിലേക്ക് എയർ കയറിയുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഓപ്പറേഷൻ വേണ്ടി വരും മിക്കതും, അതുപോലെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, അപ്പോൾ ബ്ലഡ് കയറ്റേണ്ടി വരും, ഇതൊക്കെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു അവന് കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ വാർഡിലേക്ക് മാറ്റാം എന്നുള്ള അവസ്ഥ വരെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇനി ഇൻഫെക്ഷനൊന്നും ആവണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ICUന്ന് മാറ്റിയില്ല. അങ്ങനെ 4 ദിവസം എത്തുമ്പോഴേക്കും അവൻ ICUന്ന് വാർഡിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ നിന്ന് 7 ദിവസം കഴിഞ്ഞ് പേര് വെട്ടി പോകുമ്പോഴേക്കും അവൻ നടന്നിട്ട് പോയി. എനിക്ക് മാതാവിനോട് ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പറഞ്ഞതുപോലെ നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 2 മാസം ആകുമ്പോഴേക്കും അവൻ ബെൽറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് ബെൽറ്റ് ഇട്ടിട്ടിരുന്നു. 2 മാസം ആകുമ്പോഴേക്കും അവൻ ജോലിക്ക് പോയി തുടങ്ങി. അന്ന് തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം കാണാതായി. അപ്പോൾ ഇവൻ പിറ്റത്തെ ദിവസം CT സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ, അപ്പോൾ ഞാൻ പുറത്തുള്ള ഒരു വിശ്വാസത്തിലാണ്, അവൻ പറഞ്ഞു ലിജേച്ചി കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ കൈ പിടിക്കാമെന്ന് പറഞ്ഞു. ഇവൻ CT സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, സ്റ്റെനിയ ലോക്കറ്റ് എവിടെടാ എന്ന് പറഞ്ഞു. ലിജേച്ചിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ലിജേച്ചി അപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ അത് ഇന്നലെ വൈകുന്നേരം ഉറങ്ങിയപ്പോൾ നിലത്ത് വീണെന്ന് തോന്നുന്നുണ്ട്, ലിജേച്ചി ഒന്ന് അവിടെ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ICUവിൽ ചെന്നിട്ട് സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇവിടെ കിട്ടിയില്ലല്ലോ, ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ മാറി, ഇനി അടിച്ചു കൊണ്ടുപോകണവർ അത് കൊണ്ടുപോയിണ്ടാവും എന്ന് പറഞ്ഞു, അല്ല എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇനി സ്റ്റെനിയുടെ കയ്യിൽ എന്നെ ചോദിച്ചോക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CT സ്കാൻ ചെയ്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ക്ലീനിങ് ചെയ്ത് ചേച്ചിമാരെയൊക്കെ വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലോക്കറ്റ്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു നൈറ്റ് ഇവൻ്റെ ഡ്രസ്സ് മാറ്റി, CT സ്കാന് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റി, ബെഡ്ഷീറ്റൊക്കെ മാറ്റി, ഇനി ചേച്ചി പൊക്കോളോ, കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് അറിയണുണ്ടായിരുന്നില്ല ഇങ്ങനെ ലോക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, നിനക്ക് അവനെ ചേർത്ത് പിടിക്കാനും അവന് നിന്നെ ചേർത്ത് പിടിക്കാനും വേണ്ടി ഞാൻ കൊടുത്തതാണ്, അത് ഇത്ര വലിയാത്ത തെറ്റായോ മാതാവി, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ ഇന്ന് നാളെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല വരാനായിട്ട്, അപ്പോൾ ഞാൻ അടുത്ത മാസം വന്നിട്ട് വേണം എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതുവരെ ഞാൻ നീ ഇല്ലാതെ എങ്ങനെയാണ് ഇവിടുന്ന് തിരിച്ചു പോവുക, ഇനി മേലാക്കാൻ ഞാൻ ആർക്കും ലോക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇതിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ICUവിൽ കിടന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് തിരയട്ടെ, അപ്പോൾ ഇവൻ്റെ പെങ്ങളും ഉണ്ട്, ലോക്കറ്റ് തിരയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിക്കാം, ലോക്കറ്റ് തിരഞ്ഞോളൂ എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾ അപ്പോൾ 4 പേഷ്യൻ്റുള്ളൂ, നമുക്ക് അടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഗുളിക വയ്ക്കണ സ്റ്റെപ്പൊക്കെ കാണാം. അപ്പം ഞങ്ങൾ അവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്ത നേരത്ത് നോക്കി എല്ലായിടത്തും തിരഞ്ഞു, ലോക്കറ്റൊന്നും കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി 2 പ്രാവശ്യം ബെഡ്ഷീറ്റ് മാറ്റിയതാ, അവൻ്റെ ഡ്രസ്സ് ഊരി മാറ്റിയതാ, എന്നിട്ടാണ് അവൻ CT സ്കാൻ പോയത്. അപ്പോൾ അവിടെ ഒന്നും ഇല്ല, ഇനി എപ്പോഴെങ്കിലും ചേച്ചി വല്ലയിടത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മേമേരെ മോൾ ഇവിടുന്ന് ഇവൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് പോകണില്ല, എന്നു വെച്ചാൽ ഇത് കിട്ടാണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മേമേരെ മോളോട് പറഞ്ഞു നമുക്ക് പോവുക, എന്തെങ്കിലും കിട്ടിങ്ങി അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇവൻ ബെഡിൻ്റെ മുകളിൽ നിന്ന് ആ ലോക്കറ്റ് എടുത്തിട്ട് ദേലി ചേച്ചി, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പോലെ ദേലി ചേച്ചി ലോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അവിടെ ഒരു 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ 4 പേരും തലയിൽ കൈ വെച്ചു. ഇത് എവിടെയായിരുന്നു ശനിയെ, നീ ഡ്രസ്സ് മാറി, നിന്നെ ഡ്രസ്സ് 2 പ്രാവശ്യം ഞങ്ങൾ മാറ്റി, ബെഡ്ഷീറ്റ് 2 പ്രാവശ്യം മാറ്റിയതാണ്, നീ ഇത് എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളും അത്ഭുതമായിരുന്നു അവർക്കങ്ങനെ. അപ്പം അങ്ങനെ മാതാവിൻ്റെ ഒരു കാശുരൂപം കിട്ടി. പിന്നെ ഞാൻ എനിക്ക് എന്താ പറയുക, എന്നേക്കാൾ കൂടുതലധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കൾക്കാണ്. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട്, പക്ഷെ അവരൊന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിതുപോലെ ഞാൻ എപ്പോഴും ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറ്. അപ്പം ഞാൻ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്ക് വേണ്ട, ഞാൻ വെച്ച ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങൾ വേണ്ട, ആർക്കായാലും കുഴപ്പമില്ല, എന്നെ ഒരു മാതാവിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ ഉയർത്തണം എന്ന് പറയാറുണ്ട്. അപ്പം എന്നെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, ലിജി ഇപ്പം മാതാവിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് എന്നെ ഓഫീസിലൊക്കെ പോയി, ഞാനൊരു ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെ കളിയാക്കും. അപ്പം ഞാൻ എന്നും പറയും, മാതാവ് എന്നെ അല്ല കേട്ടോ കളിയാക്കണം, മാതാവിനെ കളിയാക്കണത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം സാക്ഷിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ മാതാവിനോട് തലേ ദിവസം വരെ പറഞ്ഞു, ഇന്ന് 6-ാം തീയതിയാണ് കേട്ടോ, നാളെ 7-ാം തീയതി, എന്നെ മറക്കരുത്, ഇതുവരെയൊക്കെ നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്നിട്ട്, എനിക്ക് സുഹൃത്തുക്കൾക്കായാലും കുഴപ്പമില്ല, ഉടമ്പടിയിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു എനിക്കൊരു സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു കസ്റ്റമറിനെ കാണാൻ പോകുമ്പോൾ ഉപ്പിട്ടിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പുലർച്ചെ ഇവരൊക്കെ ആൾക്കാർ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും പ്രാർത്ഥിക്കുക, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ മാതാവേ, എനിക്ക് കുറവുകളുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് സ്വപ്നമൊന്നും കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് എന്നും ഞാൻ ഇങ്ങനെ പരാതിയൊന്നും പറയാറുള്ളത്. അങ്ങനെ ഞാൻ ഈ ഡിസംബർ 7-ാം തീയതി പുലർച്ചെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ അത് ഈ ഉടമ്പടി എടുത്തിട്ട് ഏറ്റവും വലിയാത്തൊരു സാക്ഷിയാണ്. എനിക്കതന്ന് സന്തോഷത്തിന് പറഞ്ഞു തീരണ്ടായിരുന്നില്ല. എണീക്കുമ്പോൾ തന്നെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട് എൻ്റെ നിയോഗങ്ങൾ അച്ഛൻ അൾത്താരേന്ന് ഈശോയ്ക്ക് സമർപ്പിക്കണ സാക്ഷിയാണ് കണ്ടത്. ഞാനതന്ന് എന്താ പറയുക, പുലർച്ചെ എന്ന് പറഞ്ഞതിന് അന്ന് ഞായറാഴ്ച ഇത് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറേ പേർക്ക് ഞാനത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു, ഇനി എനിക്കൊരു ടെൻഷനും ഇല്ല, എൻ്റെ മാതാവ് സാക്ഷ്യം തന്നെ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അത് എനിക്ക് തന്നു, സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 3 ലക്ഷത്തിനും കൂടുതൽ ഞാൻ ഇതുവരെ ഒറ്റയടിക്ക് ഒരു ബിസിനസ് കൊടുത്തിട്ടില്ല ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ആൾക്കാർ 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട്, മാതാവേ എനിക്ക് വലിയ ആൾക്കാരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, എന്നെങ്കിലും നീ എനിക്കൊരു സന്തോഷിക്കാൻ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 20 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നിട്ട് എൻ്റെ മാതാവ് എന്നെ ഓഫീസിൽ വരെ എന്നെ സാക്ഷിയാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ ക്രിസ്ത്യൻസ് കുറവുള്ളൂ, ഓഫീസിൽ അക്രൈസ്തവരാണ് കൂടുതൽ. അപ്പം ഞാൻ അന്ന് കൃപാസനം പേപ്പറൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ലിജി തന്നതല്ലേന്ന് വെച്ചിട്ട് മേടിക്കും. പക്ഷേ എന്നെ എല്ലാവരും പേഴ്സണലായിട്ട് ലിജിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഓഫീസിലുള്ളവർ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുകയാണ്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി വഴി അത് ഞാൻ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേറെ ദിവസം സ്വപ്നം കണ്ട് ഇത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ എന്നെ എന്താ പറയുക, തൃശ്ശൂർ ബ്രാഞ്ച് മൊത്തം എന്നെ മാതാവിൻ്റെ സാക്ഷിയാക്കിയാണ്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ അത് ദശാംശമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിനൊന്നും അറിയില്ല, മോൾക്കറിയാം, ഗോൾഡ് പണയം വെച്ചിട്ടായാലും ഞാൻ പൈസയൊക്കെ കൊടുക്കാറുണ്ട് ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നൊക്കെ. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക്
എത്ര കൊടുക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ മാതാവ് നിന്നുകൊണ്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ അഖണ്ഡ ജപം എനിക്കങ്ങനെ പറയാൻ ഇഷ്ടമില്ല. എൻ്റെ മോൾക്കും 1-2 സുഹൃത്തുക്കൾക്കും ഞാൻ ചെയ്യുന്നത് അറിയാം. എന്താ വെച്ചാൽ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കടങ്ങളൊക്കെ പറയുമ്പോൾ പറയും നിങ്ങൾക്ക് കിട്ടുന്നതൊന്ന് കൊടുക്ക്, നിങ്ങൾക്ക് തരുന്ന അങ്ങനെ പറയിപ്പിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ല, പൈസ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അങ്ങനെ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അതേ 2 പേരുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ രോഗികൾക്കായാലും ഞാൻ ഇങ്ങോട്ട് ചോദിച്ച് വരാൻ ഞാൻ നിൽക്കാറില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. പിന്നെ രോഗികളെ ഞാൻ കാരുണ്യ രോഗികളെ, അതായത് ക്യാൻസറിൻ്റെ, എനിക്കത് കാലങ്ങളായിട്ട് ഇഷ്ടമുള്ള ആളാണ് ഒരു വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. പക്ഷെ ഞാനത് എങ്ങനെ പോവും, അതായത് ആൾക്കാർ എന്തു പറയുന്നുള്ളൊരു ചിന്ത എൻ്റെ കാലത്ത് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ദൈവസ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ഞാനിതുപോലെ എങ്ങനെ പോവും എവിടെ പോകും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം ഇടവകയിൽ എൻ്റെ അമ്മേരെ ഒരു സപ്തതിക്ക് അവിടെ കേക്ക് മുറിച്ച് ചേട്ടൻ അവിടെ നിന്ന് അരി കൊടുത്ത് എനിക്കത് വഴി കാണിച്ച് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് രോഗികളെ കുളിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ കൂടെ വേറൊരു ഉടമ്പടി എടുത്ത കുട്ടീൻ്റെ അവരേനും കൂട്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. പിന്നെ അവർക്ക് അവിടെ മാസ്ക്, ഗ്ലൗസ്, ഡയപ്പറൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നല്ല ആവശ്യം, ഞങ്ങൾക്ക് പഴയ തുണികൾ ആവശ്യം എന്ന് പറയും. അപ്പം ഞാൻ ഇടവകയിൽ വിളിച്ച് പറഞ്ഞ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ഞാനത് എന്ന് വെച്ചാൽ അവർക്ക് ഡയപ്പർ മാറ്റാനൊക്കെ തുണികളാണ് ആവശ്യം. അപ്പം ഞങ്ങൾക്ക് തുണികളും പേപ്പർ ആവശ്യം എന്ന് പറയണം. കാരണം ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും വണ്ടി വിളിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനത് ആദ്യമേ തന്നെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അറപ്പും വെറുപ്പൊന്നും ഇല്ലാണ്ട് ഈശോ നിന്നെ ശുശ്രൂഷിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ 2 ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർക്ക് ഇല്ലാത്ത, അതായത് ഓണായാലും ക്രിസ്മസ് ആയാലും അവർക്ക് വരാനൊന്നും പറ്റില്ലെങ്കിൽ ഞാൻ ഓണായാലും ക്രിസ്മസ് ആയാലും ഞാൻ രോഗികളെ കുളിപ്പിക്കാൻ പോവാറുണ്ട്. പിന്നെ ഞാൻ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ മടി കൂടുതലായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ മടി പിടിച്ച് അവിടെ കിടക്കും. ഇപ്പം അങ്ങനെ മടി പിടിച്ച് കിടക്കാറില്ല. ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് 1 കൊല്ലം കഴിഞ്ഞു. അതിലാകെ 2-3 ദിവസം മാത്രം, അതായത് മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ പുലർച്ചെ പോണ കാരണം എനിക്ക് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു ദിവസം വയ്യാതെയും അങ്ങനെ ആകെ 2-3 ദിവസം ഞാൻ കുർബാനയ്ക്ക് മുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എനിക്കിതിൽ എന്താ പറയുക, നമുക്ക് കുമ്പസാരിക്കാറൊക്കെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കുക എന്നുള്ളൊരു, ഈശോയാണ് കുമ്പസാരക്കൂടില്ലെന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ അടുത്താണ് കുമ്പസാരിക്കണേന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ കുറച്ച് കാലം വെച്ചിട്ട് എനിക്ക് ഈശോ എന്നോട് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് കുമ്പസാരത്തിലൂടെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ. എന്നുവെച്ചാൽ എന്നോട് ഈശോ സംസാരിക്കുക എന്നുള്ള ഒരിതാണ്. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. കൃപാസന പേപ്പർ ഞാൻ ഇന്ന ആൾക്കൊന്നുമല്ല, പള്ളിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പള്ളിയിൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 4-5 വർഷക്കാലം എനിക്ക് കൃപാസന പേപ്പർ കിട്ടി ഞാൻ അകത്ത് കൊണ്ടുവന്ന് വെക്കില്ലായിരുന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഒന്നാണെന്നുള്ളൊരു ചിന്താഗതിയുള്ള കാരണം ഞാൻ കൃപാസന പേപ്പർ വായിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില വ്യക്തികൾക്ക് അവർക്ക് മാതാവിനെ അറിയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കൃപാസന പേപ്പർ കൊടുത്ത് നിങ്ങൾ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസിനാണ് പള്ളിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലായാലും ബസ്സിൽ പോകുമ്പോഴായാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം അതുപോലെ ഉപ്പുണ്ടായിരിക്കും. ചിലവരൊക്കെ കുറേ പേര് പറയുമ്പോൾ എനിക്ക് വിഷമാവും, എനിക്ക് മാതാവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷെ എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അവിടെ വെച്ചിട്ട് എൻ്റെ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയും. ഞാൻ ആദ്യമൊക്കെ കൊന്ത ചെല്ലുമ്പോൾ എല്ലാവർക്കും 5 ദിവസം ഞാൻ 5 ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊന്ത ചെല്ലുക. എനിക്ക് വേണ്ടി എന്തെങ്കിലും വന്ന് കൊന്ത ചെല്ലി കഴിഞ്ഞാൽ എനിക്കത് അയ്യോ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ കൊന്ത ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവർക്കുള്ള ഏതാണോ അവരുടെ വചനം, അങ്ങനെ ചിലപ്പോൾ ഒരു കൊന്ത എന്ന് പറയണത് എൻ്റെ 1 മണിക്കൂറൊക്കെ പിടിക്കും ഞാൻ കൊന്ത ചെല്ലുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം ഞാൻ മറ്റേതൊക്കെ എനിക്ക് ആത്മീയ ജീവിതം പറഞ്ഞാൽ മറ്റേത് കൂട്ടുകാരത്തികളൊക്കെ വല്ലവർക്കും എനിക്ക് വിഷമം വന്നാൽ ഞാൻ 1 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് വിളിക്കും. അതായിരുന്നു എൻ്റെ സന്തോഷം. പക്ഷേ ഇപ്പം ഞാൻ
എനിക്ക് രാവിലെ ഞാൻ 3 മണിക്ക് എണീറ്റുണ്ടെങ്കിൽ 3 മണി തൊട്ട് സാക്ഷി തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ജോസഫ് അച്ഛൻ പറയണ പോലെ വ്യക്തികളോടല്ല സംസാരിക്കേണ്ടത്, ഈശോയോടാണ് സംസാരിക്കേണ്ടത്. അപ്പം ഞാൻ അവിടെ സാക്ഷ്യം വെച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം മാതാവിൻ്റെ ഭക്തി തന്നെയായിരുന്നു, പക്ഷേ അന്ന് കുറച്ച് നാളൊന്ന് ഈശോയോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയോടായിരുന്നു കൂടുതൽ. എൻ്റെ മുന്നിൽ മാതാവ് നിന്നവരെ ഞാൻ മാതാവിനെ നോക്കിയിരുന്നില്ല. അതിന് ഞാൻ മാതാവിനോട് ഇപ്പോൾ എന്നും ഞാൻ സോറി പറയുന്നു. ഉടമ്പടി വഴി എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാതാവിനോട് ഞാൻ പരാതി പറയാറില്ല, ഞാൻ എപ്പോഴും സംസാരിക്കാറാണ് പതിവ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും ഇവിടുന്ന് ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. സൗഖ്യം തന്നതിന് മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. പരിശുദ്ധ അമ്മ തൊട്ട് സുഖപ്പെടുത്തുകയാണ് ഈ മകനെ ചെയ്തത്. ആ മകനുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഇന്ന് മകന് ഉടമ്പടി എടുത്ത് ജസ്റ്റ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോഴാണ് ഈ മകൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ ആഴം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു കൊടുത്ത ആ രോഗസൗഖ്യം ഈ മകന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഇന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ്. ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ മകൾക്ക്, ഈ മകൾ എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യണത്. അന്ന് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്ത് ഒരു വലിയൊരു ടാർഗറ്റാണ് കവർ ചെയ്യാനായിട്ട് ഈ മകളെ സഹായിച്ചത്. അതും ഒരു മെറിറ്റുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈശോയും അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലായിരുന്നു ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് തന്നെയാണ് ഏറ്റവും നല്ല ഒരു സ്കോർ, ഒരു നല്ലൊരു ടാർഗറ്റ് കവറപ്പ് ചെയ്യാനായിട്ടാണ് ഈ മകൾക്ക് സാധിച്ചത്. അന്നത്തെ ആ ഡിസംബർ 7-ാം തീയതി തന്നെ കൂടുതൽ സ്റ്റാഫ് പരിശുദ്ധ അമ്മയെപ്പറ്റി അറിയാനും കൂടുതൽ വിശ്വസിക്കാനുമുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുക്കുകയായിരുന്നു ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ. നമ്മുടെ ജീവിതത്തിലും ഹൃദയം തകർന്നുവെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഈശോയിലേക്ക് തിരിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെയാണ് നമ്മുടെ മുറിവുകൾ ബന്ധിക്കപ്പെടുന്നതും ആത്മാവ് പുതുക്കപ്പെടുന്നതുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം.